ഹലോ ഗൈസ്, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പറഞ്ഞു ഓൾറെഡി നമ്മൾ ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രൂം ടു ബി ആണ് കല്യാണ വ്ളോഗുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ കല്യാണ സീരീസ് ഇന്ന് ഗ്രൂം ടു ബിന്റെ ഒരു പറ്റം ജനങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു പറ്റമൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറെ ആൾക്കാർക്ക് പല പല പ്രശ്നങ്ങളൊന്നും കാണാവുന്നില്ല. അത് നമ്മൾ കല്യാണം തലേന്നിട്ടാണ് കൊടുക്കൂലേ. ഇപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. കുറച്ചുകൂടി ടീംസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അവരെ പിക്ക് ചെയ്യാൻ പോകാൻ പോവുകയാണ്. അങ്ങനത്തെ ആദ്യം ആലിയൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നൈലനെയും കൂടി പിക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം മാത്രം ഡബിൾ ചൂട് കയറ്റിയോളതാ നമ്മള് ഇവിടെ ചൂട് കയറ്റി ഓള് വന്നില്ല. വലിയന്റെ അടുത്ത് പാവ ഉണ്ടാവില്ലേ. ഗൈസ്, ക്യാമറ പൊന്തുമ്പോൾ കാർ നിറച്ചും നിശബ്ദത മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. ആർക്കും പേടിച്ചിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇതൊക്കെ വീഡിയോയിൽ വരുമല്ലോ. ക്യാമറ ഓഫാകുമ്പോൾ പിന്നെ സെറ്റാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹാനീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ഉണ്ട് ഗൈസ്, ബർത്ത്ഡേ ആണ്. കലാന പെയിന്റ് അടിച്ച് കുളമാക്കിയ കലാന ഹാനിനെ വരാണ്ടാക്കിയ ആലിയ. പെയിന്റ് അടിക്കുന്ന ബ്രൈക്ക പറയുന്ന മുത്തുക്കാക്ക് ബുദ്ധിയില്ല. അങ്ങനെ മമ്മ ബേക്കോട്ട് മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിണങ്ങി റയാൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ. പിന്നെ കലാൻ എന്നെ തിന്നലാണ് ഞങ്ങളെ പരിപാടി. മുത്തിന് ഗ്രൂം ടു ബിക്ക് ഇടാൻ കലാനൻ്റെ നിർദ്ദേശപ്രകാരം ഓർഡർ ചെയ്ത് വന്ന ഷർട്ടാണ്. വളരെ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കലാൻ എന്നെ എല്ലാ രീതിയിലും ഞങ്ങളിങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂട്ടം ചേർന്ന്. പിന്നെ പോകുന്ന വഴിക്ക് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു 1 മണിക്കൂറൊക്കെ ലേറ്റ് ചെയ്താൽ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ സിത്തും മോളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിത്താണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കൊക്കെ ഒരു ഡെക്കറേഷനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യാണ്. അടിപൊളി ഡെക്കറേഷനാണ് കേട്ടോ. ഒരു മിനിമലായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ കാര്യം പറയണ്ട, അടിപൊളി. നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, കളറ് ഓൾറെഡി റെഡായിരുന്നു, അത് വൈറ്റിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷനൊക്കെ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഓരോ സൈഡിൽ ഇന്ന് ഡ്രസ് കോഡിൻ്റെയും ഡാൻസിൻ്റെയും ഒക്കെ ചർച്ചയിലാണ് ഗൈസ്. ചെറുതായിട്ട് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് കുടുങ്ങിയതിൻ്റെ പേരിൽ എല്ലാവരും കൂടി എന്നെ മർദ്ദിക്കുകയാണ് ഗൈസ്. എല്ലാവരെയും തിന്നാനുള്ള ഒരു അവസരം ആരും പാഴാക്കുന്നില്ല. വെരി ഫുൾ ബ്ലാക്ക് ടീംസാണ്. ലിജാസ് ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് വന്നേരാണ് ഈ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കാര്യമാണ് അറിയുന്നത്. അതുകൊണ്ട് ലിജാസ് മാത്രം ബ്ലാക്ക് ഡ്രസ്സിലല്ല. അങ്ങനെ നമ്മൾ എല്ലാവരും സെറ്റായതിനു ശേഷം കേക്ക് മുറിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ലിജാസ് മാത്രം മാറിയുന്നു. കാരണം ഓൻ പറഞ്ഞു ബ്ലാക്ക് അല്ലല്ലോ എന്ന് കുറേ പറഞ്ഞാൽ നിൽക്കാൻ, പക്ഷെ ഒന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കേക്ക് മുറിക്കുകയാണ്. റയാനും അമ്മാനും കേക്കിന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫോഗൊക്കെ പോകുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റയാനെ പറ്റിച്ച് മുത്തന്നെ കേക്ക് ആദ്യം കഴിച്ചു. ഫോട്ടോ സെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേക്ക് കഴിക്കാനാവില്ല എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ട് ആരും ഞാൻ കാത്തുന്നില്ല. വേഗം തന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചു. വെരി നൈസായിരുന്നു കേട്ടോ. കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ മുത്തിൻ്റെ ടീംസുമായിട്ടുള്ള കേക്ക് കട്ടിങ്ങാണ്. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കലിൻ്റെ ഒരു പൊടി പൂരമായിരുന്നു, സിംഗിളായിട്ടും അല്ലാണ്ടും ഒക്കെ. അപ്പോൾ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരുമായിട്ടുള്ള. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ചില ഫോട്ടോകളിൽ നിന്ന് ഞാൻ മിസ്സായി, വൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ
പിന്നെ ഫോട്ടോ നന്നാക്കിയൊന്നും അതിൻ്റെ ഇടയിൽ കൂടി വേറെയും നോക്കുന്നുണ്ട്. പിന്നെ കലാനൻ്റെ മാരക പോസുകളാണ് നമ്മളിത് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കച്ചറ കളിച്ചതിൻ്റെ പേരിൽ രണ്ടാളെ അടങ്ങിയിരിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണമെങ്കിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ എല്ലാവരോടും കേക്ക് കഴിക്കാൻ മറന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേക്കിൻ്റെ ഓർമ്മ വന്നത്. ഞാൻ പിന്നെ ബുദ്ധിപരമായിട്ട് ആദ്യം കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിക്കാമെന്ന്. സ്വന്തം കണ്ണട പോക്കറ്റിലിട്ടിട്ട് കണ്ണട ഇടയെന്ന് ചോദിച്ച് കരഞ്ഞു നടന്നിട്ട് കീശേന്ന് കണ്ണട കിട്ടിയപ്പോൾ റയാൻ്റെ നാണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മുടെ ഗ്രൂം ടു ബി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. എങ്ങോട്ടാ ഫുഡ് കഴിക്കാൻ പോകുന്നത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ്. ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോടാണ് താല്പര്യം അല്ലേ. കേട്ടാൻ കൊറേ കറുപ്പ് ഡ്രസ്സിട്ട സുന്ദരിമാരൊന്ന് തിരിഞ്ഞു നോക്കുന്നു. സുന്ദരി 4 ഇവിടെ ഉണ്ട് കേട്ടോ. ബ്ലോഗിൽ പറയോ? ഇതാണ് പൂക്കി. കലാന എന്തെങ്കിലും പറയോ? ഫുഡ് കഴിക്കാൻ നമ്മൾ നേരെ വിട്ടത് ലുലുവിലേക്കാണ്. ലുലുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അത് വിചാരിച്ചാണ് ഈ പ്രാവശ്യം പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. രാവിലെ 6 മണിക്കുള്ള ഡ്യൂട്ടി ആഫ്റ്റർനൂൺ ആക്കാൻ കഷ്ടപ്പെടുന്ന ഞാൻ ഇവൾ ആരും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഗൈസ് ചെയ്യൂ. ഗൈസ് എന്ത് വേണമെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ത് വേണം? ചിക്കൻ അൽഫാം, ചിക്കൻ വിങ്, ചിക്കൻ ഗ്രിൽ, ചിക്കൻ കണ്ണട വെച്ചാലേ കലാനൊക്കെ കണ്ണ് കാണും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി ബില്ല് ചെയ്യാണ്. ബില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പോയി കഴിക്കണം. മുകളിലെത്തിയപ്പം ഒരു ഒട്ടുമിക്ക ടേബിൾ മേലും ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ കുറേ ആളുള്ളതുകൊണ്ട് ഒരു 3 ടേബിൾ കിട്ടി അടുപ്പിച്ചിട്ടാലേ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനാവും. അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ആരോയും നോക്കി നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ കുറച്ച് നേരം കാത്തുനിന്നതിന് ശേഷം നമുക്ക് 3 ടേബിൾ ഒഴിഞ്ഞ് കിട്ടി. അങ്ങനെ നമ്മളൊക്കെ അടുപ്പിച്ചിട്ടിട്ട് ഫുഡ് കഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുലുന്ന് ഫുഡ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ അന്നത്തെ ആ ടേസ്റ്റ് ഇന്ന് കിട്ടിയില്ല. ഇന്ന് വളരെ ഫ്ലോപ്പായിരുന്നു. ആർക്കും വലിയ രീതിയിൽ അങ്ങോട്ട് കഴിക്കാനായിക്കില്ല. ഇപ്പോൾ അതാ മുത്തറയാൻ്റെ ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ പോസ് പറഞ്ഞിട്ടും ആശാനോട് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോകുന്നുണ്ട്. എന്തായാലും ഒരുവിധമൊക്കെ ഒന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഇനി നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. കാർ ഫുള്ളാണ്. അതുകൊണ്ട് ഞാന് പിന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് വേറൊരു കാറിലേക്ക് കയറാന്ന് പറഞ്ഞപ്പോൾ ആരും ഒന്നും കൊണ്ടുവരില്ല. മുല്ലത്താ പോയിട്ടില്ലാന്ന് കൂടി പറഞ്ഞില്ല. ഗൈസ് എല്ലാം കൂടി ഒത്ത് കള്ളത്ത് പറയും എന്നോട്. ഓ മൈ ഗോഡ്. ഹാലിയ പറയും എന്താ സംഭവിച്ചേ? സോലൊക്കെ എന്നോടൊന്നും പറഞ്ഞില്ല ഗൈസ്. ഇനി ബീച്ചിൽ നിന്ന് ഞാൻ മറ്റൊരു കാറിലേക്ക് കയറണം ഗൈസ്. എന്റെ ടീമായതിനെ കൊണ്ട് കുഴപ്പമില്ല, അവിടെ വൈബായിരിക്കും. ബീച്ചിൽ കുടുംബശ്രീൻ്റെ എന്തോ ഫെസ്റ്റൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല തിരക്കുമുണ്ട്. കൂടുതൽ നേരം ഞാൻ അവിടെ നിന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാളും ചെറുതായിട്ടൊന്ന് ടയർഡായിരുന്നു. ബീച്ചിലെത്തി നോക്കുമ്പോൾ നമ്മളെ ചായ കടക്കൊന്നും ലൈറ്റ് ഇല്ല. ഇനി ലൈറ്റ് ഓഫാക്കിയതാണോ അല്ലെ കറണ്ട് പോയതൊന്നും മനസ്സിലാക്കില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ മുത്തിൻ്റെ ഗ്രൂം ടു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര